ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 9, വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാൾ. ഇറ്റലിയിലെ കുലീന കുടുംബത്തിലെ മാതാപിതാക്കൾക്കു ജനിച്ച ഫ്രാൻസിസ് സന്യാസ ജീവിതം മോഹിച്ച് എങ്കിലും മാതാപിതാക്കൾ 1396 റോമൻ പ്രഭുവായ ലോറൻസ് പെൻസാനിയെ വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിച്ചിട്ടും ആഡംബരങ്ങളിൽ നിന്നകന്ന് ഫ്രാൻസിസ് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിശുദ്ധ കുർബാനയിലും മുഴുകി ആനന്ദം കണ്ടെത്തി. വിവാഹിതയായ ഒരു സ്ത്രീ എന്തിനെങ്കിലും വിളിക്കപ്പെട്ടാൽ ഭക്താഭ്യാസങ്ങൾ നിർത്തിവെച്ച് കുടുംബജോലികളിൽ ദൈവത്തെ കാണണം എന്ന അന്നത്തെ രീതി അവളും പിന്തുടർന്നു. ഒരിക്കൽ ഒരു സങ്കീർത്തനം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ 4 പ്രാവശ്യം ഓരോ കാര്യത്തിനായി അവളെ വിളിച്ചു. 5-ാം പ്രാവശ്യം സങ്കീർത്തനം ആരംഭിക്കാൻ തുടങ്ങിയതും പ്രഥമ വാക്യം സ്വർണ്ണ മഷിയിൽ എഴുതിയിരിക്കുന്നതായി അവൾ കണ്ടു. ഭർത്താവ് മരിക്കുന്നതിന് ഏതാനും കൊല്ലം മുൻപ് ശാരീരിക പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ അദ്ദേഹം ഭാര്യയെ അനുവദിച്ചു. അന്നു മുതൽ അവൾ വിശിഷ്ട ഭോജ്യങ്ങൾ ഉപേക്ഷിച്ച് ഭിക്ഷക്കാർക്കുള്ള ഉണക്ക റൊട്ടി മാത്രം തിന്നാൻ തുടങ്ങി. കുട്ടികളെ വിശുദ്ധരായി വളർത്താൻ ശ്രമിച്ചു. 1413 നേപ്പിൾ രാജാവ് റോമാ നഗരം ആക്രമിക്കുകയും ഫ്രാൻസിസിന്റെ ഭർത്താവിനെ നാടുകടത്തുകയും മകൻ ജോൺ ബാപ്റ്റിസ്റ്റിനെ ജാമ്യ തടവുകാരനായി കൊണ്ടുപോയി. ഫ്രാൻസിസ് ഭർത്താവിന്റെ അനുവാദത്തോടെ ഓബ്ലൈറ്റ് എന്ന സന്യാസിനി സമൂഹം ആരംഭിച്ചു. ഭർത്താവിന്റെ മരണശേഷം കഴുത്തിൽ ഒരു കയറ് കെട്ടി നഗ്നപാദങ്ങളോടെ നടന്ന് മഠത്തിലെത്തി. 1437 മാർച്ച് 21-ാം തീയതി വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ ദിവസം സഭാവസ്ത്രം സ്വീകരിച്ചു. കാവൽ മാലാഖ നേരിൽ അവളോട് സംസാരിച്ചിരുന്നത്രേ. 1440 മാർച്ച് 9-ാം തീയതി 56-ാമത്തെ വയസ്സിൽ നിര്യാതയായി. 1608 മെയ് 29-ന് പൗലോസ് മാർപ്പാപ്പ വിശുദ്ധയെന്ന് പേര് വിളിച്ചു. കുടുംബജീവിതം നയിച്ച് വിശുദ്ധയായ ഫ്രാൻസിസെ കുടുംബജീവിതക്കാരായ ഞങ്ങൾക്കു വേണ്ടിയും ഈ ലോകം മുഴുവനുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.